കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഗുരുവായൂരപ്പ, നമ്മൾ ഉത്തരകാണ്ഡം 5-ാം സർഗം 23-ാമത്തെ ശ്ലോകം രാമഗീത ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ 24-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. വളരെ ഗഹനമായ തത്വങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാം. ശ്രദ്ധാന്വിതസ്തത്വമസീതി വാക്യതോ ഗുരോഃ പ്രസാദാദ് അഭിശുദ്ധമാനസ വിജ്ഞായ ചൈകാത്മ്യമഥാത്മജീവയോഃ സുഖീ ഭവേന്മേരുരിവാ പ്രകമ്പനഃ. അതാണ് എത്ര കേമാണ്. ശ്രദ്ധയോട് കൂടിയിട്ട് ഈ തത്വമസി ഇതി വാക്യത, അതായത് തത്വമസി മുതലായ മഹാവാക്യങ്ങളിൽ നിന്നും ഗുരോഃ പ്രസാദാൽ ഗുരുവിൻ്റെ അനുഗ്രഹം കാരണവും ശുദ്ധമാനസ, അതായത് നല്ല ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് ആത്മജീവയോഹോ പരമാത്മജീവാത്മാക്കളുടെ ആത്മജീവയോ ചെന്ന പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും ഐകാത്മ്യം വിജ്ഞായ അവർ ജീവാത്മാവും പരമാത്മാവും ഒന്നാവുന്ന ഭാവത്തെ അറിഞ്ഞിട്ട്, അതായത് ജീവാത്മാവ് പരമാത്മാവായിട്ട് വിലയം പ്രാപിക്കുന്നത് അറിഞ്ഞിട്ട് മേരു ഇവ അപ്രകമ്പന, മഹാമേരു പർവ്വതം പോലെ ചലനം ഇല്ലാത്തതായിട്ട് ചലനരഹിതമായിട്ട് സുഖി ഭവേത്, എല്ലാ ദുഃഖങ്ങളും നീങ്ങിയിട്ട് സുഖി, പിന്നെ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്ന, അതാണ് എന്താ പറയണേ. അതായത് വിഷയത്തിൽ ആസക്തി ഇല്ലാത്ത ഒരു മുമുക്ഷുവായിട്ടുള്ള ഒരു സാധകൻ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയണത് കേട്ടോ. വിഷയ വൈരാഗ്യം വന്നിട്ടുള്ളൊരു മുമുക്ഷുവായിട്ടുള്ള സാധകൻ, അതായത് ഈ ഗുരുവാക്യത്തിലും ഇതുപോലെ തത്വമസി മുതലായ വേദങ്ങളിലെ മഹാവാക്യങ്ങളിലും നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് പിന്നെ പരമാർത്ഥമായിട്ടുള്ള തത്വം അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതായത് ഞാൻ ആത്മാവാണ്. അങ്ങനെ നിഷ്കാമകർമ്മം അനുഷ്ഠിച്ച് പറഞ്ഞില്ലേ, അതുകൊണ്ട് ചിത്തശുദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ പറഞ്ഞു. നമുക്ക് പിന്നെ മോക്ഷത്തിന് ജ്ഞാനം തന്നെ വേണമെന്ന് പറഞ്ഞുവല്ലോ. അപ്പം നിഷ്കാമ കർമ്മങ്ങൾ ചെയ്ത് ചിത്തശുദ്ധി നേടിയിട്ട് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച തത്വമസി മുതലായ മഹാവാക്യങ്ങളെ മനനം ചെയ്തും നിധിധ്യാസനം ചെയ്തും ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന ഒരു സംശയവുമില്ലാതെ അറിഞ്ഞിട്ട് സകല ദുഃഖങ്ങളിൽ നിന്നും മുക്തനായിട്ട് സുഖസ്വരൂപനായി ഭവിക്കണം എന്നാണ്. അതായത് വിഷയാഭിലാഷം കൊണ്ട് ചിത്തം ചലിക്കാതിരിക്കണം. ഏതുപോലെ ചലിക്കാതിരിക്കണം? മേരുപർവ്വതം പോലെ ചലിക്കാതിരിക്കണം. അതെപ്പോഴാണ് സാധിക്കുക? പരമാത്മാവും ജീവാത്മാവും ഒന്നെന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല എന്ന് നമുക്ക് അത് സാക്ഷാലായിട്ട് അറിയണം. പരമാത്മാവും ജീവാത്മാവും ഒന്നാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് വിഷയങ്ങളുടെ ഇടയിലിരുന്നാലും നമുക്ക് മേരുപർവ്വതം പോലെ നമ്മൾ ചലനരഹിതമായിട്ടിരിക്കുന്ന മാത്രമല്ല, നമുക്ക് നമ്മുടെ ഈ വിപരീത ഭാവനകളൊക്കെ നശിച്ചിട്ട് നമ്മൾ സകല ദുഃഖങ്ങളിൽ നിന്നും മുക്തനായിട്ട് സുഖസ്വരൂപനായിട്ട് വർത്തിക്കും. അതാണ് പറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെയാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാന്നുള്ളത് ഉള്ള ആ സാക്ഷാൽ തത്വം അറിയാൻ പറഞ്ഞു വെച്ചാൽ, അതിനെന്താ വെച്ചാൽ ഗുരുവാക്യത്തിലും ഗുരുവിൻ്റെ വാക്യം നല്ലോണം മനനം ചെയ്ത, ശാസ്ത്രത്തിലത്തെ മഹാവാക്യങ്ങൾ മനനം ചെയ്ത് നിധിധ്യാസനമൊക്കെ ചെയ്തിട്ട് ആ ഒരു അറിവ് ലഭിക്കണം. അങ്ങനെ സാക്ഷാൽ ആയിട്ടുള്ള ആ തത്വം അറിഞ്ഞാൽ പിന്നെ ദുഃഖങ്ങളിൽ നിന്ന് മുക്തനാവും നമ്മൾ. അതായത് വിഷയങ്ങളോടുള്ള നമ്മുടെ ഈ ആഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ ചിത്തം ചലിക്കാതെ മേരുപർവ്വതം പോലെ സ്ഥിരനായിരിക്കണം എന്ന്. എത്ര നല്ലതല്ലേ.
ശ്രദ്ധാന്വിതസ്തത്വമസീതി വാക്യതോ ഗുരോः പ്രസാദാദപി ശുദ്ധമാനസ വിജ്ഞായ ചൈകാത്മ്യമഥാത്മജീവയോः സുഖീ ഭവേന്മേരുരിവാപ ഇവ അപ്രകമ്പന. അപ്രകമ്പന വെച്ചാൽ പ്രകമ്പനമില്ലാതെ, ചലിക്കാതെ മനസ്സേ. 25 ആദൗ പദാർത്ഥാവഗതിർഹി കാരണം വാക്യാർത്ഥവിജ്ഞാനവിധൗ വിധാനത തത്വം പദാർത്ഥൗ പരമാത്മജീവകാവസീതി ചൈകാത്മ്യമഥാനയോർഭവേത്. വിധാനത വാക്യാർത്ഥവിജ്ഞാനവിധൗ, അതായത് വിധിപ്രകാരം. വിധാനത വെച്ചാൽ വിധിപ്രകാരം ഈ മഹാവാക്യങ്ങളുടെ അർത്ഥം അറിയുന്നതിൽ ആദൗച്ച എന്താ, അതിന് ഒന്നാമനാവണം വാക്യാർത്ഥം മനസ്സിലാക്കാൻ എന്ന്. ഒന്നാമതായിട്ട് അല്ലെങ്കിൽ മുഖ്യമായിട്ടെന്ന് പറയാം. അതായത് മുഖ്യമായിട്ട്, അതായത് ഈ മഹാവാക്യങ്ങളുടെ അർത്ഥം അറിയുന്നതിൽ എന്താ മുഖ്യമായിട്ട്, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ഏതാ? പദാർത്ഥാവഗതി കാരണം, പദാർത്ഥജ്ഞാനം തന്നെ കാരണം. തത്വം പദാർത്ഥവും തദ് ത്വം എന്ന ആ 2 പദങ്ങളുണ്ടല്ലോ, അത് നീ തന്നെയാണെന്നാണല്ലോ പറയണത്. തത്വം അസി, തദ് ത്വം, ആ 2 വാക്കുകളുടെ അർത്ഥങ്ങൾ പരമാത്മജീവകവും. തദ് ചാൽ പരമാത്മാവ്, ത്വം ചാൽ ജീവാത്മാവ്. അസീച്ചാൽ, അസീച്ചെന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ ഒന്നിച്ചിരിക്കുന്നു എന്ന്. അനയോഹോ, ഈ ജീവാത്മാവും പരമാത്മാവും രണ്ടും ഐക്യാത്മ്യം ഭവേത്, ഏകഭാവം എന്നാവുന്നത്. എന്താ അതിൽ ഈ ഒരു ശ്ലോകത്തിൽ വളരെ നല്ലതാട്ടോ, എത്ര അസല. തത്വമസി എന്ന മഹാവാക്യത്തിനെ വിവരിക്കുകയാണ് ഇതിൽ. തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥവിവരണമാണ് 25. അതായത് നമ്മൾ ശരിക്ക് തെറ്റിദ്ധരിക്കാതെ ശരിക്കും ഈ തത്വമസി എന്നുള്ള മഹാവാക്യത്തിൻ്റെ അർത്ഥം നന്നായി ധരിക്കണം. അതിൽ 3 പദങ്ങളേ ഉള്ളൂ ആകെ, അല്ലേ? അത് ശരിക്കും മനസ്സിലാക്കണം എന്ന് പറയണം. തത്വമസി എന്ന വാക്യത്തിൽ ഏതൊക്കെയുള്ളത്? തത്, ത്വമ്മ, അസി. അതിൽ തദ് എന്ന വാക്കിൻ്റെ അർത്ഥം പരമാത്മാവ്, അതായത് സുഖാനന്ദ ജ്ഞാനസ്വരൂപനായിട്ടുള്ള പരമാത്മാവാണെന്നാണ് തത് എന്നുള്ളതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. തത് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന പരമാത്മാവിനെ. ത്വം നീയെ എന്ന് പറയുന്നത് ആരോടാണ്? ജീവാത്മാവിനോട്. അല്പജ്ഞാനം, അതായത് നമുക്ക് ഉപാധികളോട് കൂടിയിട്ടുള്ള ജീവാത്മാവാണ് ത്വം. തദ് എന്ന് പറഞ്ഞാൽ ഒരു ഉപാധികളും ഇല്ലാത്ത പരമാത്മാവ്. ത്വം എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, ഉപാധികളോട് കൂടിയത്. അസീച്ച എന്താ? ആകുന്നു എന്നാണ് അർത്ഥം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പരമാത്മാവും ജീവാത്മാവും ഒന്നാണെന്ന്. നമ്മൾ ആ പരമാത്മാവ് തന്നെയാണ്. ഉപാധികൾ നീങ്ങിയാലേ നമുക്ക് ഈ ശരീരമാകുന്ന ഉപാധി ഉണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ നമുക്ക് ദേഹാഭിമാനം ഉണ്ടാവണത്. ആ ഉപാധി നീങ്ങിയാൽ നമ്മൾ പരമാത്മാവ് തന്നെയാണ് നമ്മൾ. പക്ഷെ ഉപാധിയോടുകൂടി ആവുമ്പോൾ നമ്മൾ ജീവാത്മാവായി തീരുകയാണ്. പരമാത്മാവിന് ഉപാധികളില്ലല്ലോ, എല്ലാറ്റിനും ഇതല്ലേ. അപ്പോൾ തത്വമസി എന്നുള്ള ആ മഹാവാക്യത്തിൻ്റെ അർത്ഥം, ആ 3 പദങ്ങളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയാൽ പിന്നെ വേറൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഇതിൽ പറയണത്. തത്വമസിയുടെ അർത്ഥമാണ് പറഞ്ഞത് കേട്ടോ. ആദൗ പദാർത്ഥ, അത് നമ്മൾ ധരിച്ചാൽ മതി. തത്ത് പരമാത്മാവ്, ത്വം ജീവാത്മാവ്, അസീച്ച ആകുന്നു എന്ന്. അതായത് നീയെ പരമാത്മാവ് തന്നെ ആകുന്നു എന്നാണ്. അതായത് ശബരിമലയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതാണ്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആദൗ പദാർത്ഥാവഗതിർഹി കാരണം വാക്യാർത്ഥവിജ്ഞാനവിധൗ വിധാനത തത്വം പദാർത്ഥൗ പരമാത്മജീവകാവസീതി ചൈകാത്മ്യമഥാനയോർഭവേത്. 26 പ്രത്യക്പരോക്ഷാദിവിരോധമാത്മനോ വിഹായ സംഗൃഹ്യ തയോശ്ചിദാത്മതാം സംശോധിതാം ലക്ഷണയാ ച ലക്ഷിതാം ജ്ഞാത്വാ സ്വമാത്മാനമഥാദ്വയോ ഭവേത്. കുറച്ചും കൂടി ഗഹനായിട്ടുള്ളതൊക്കെ കേട്ടോ. എനിക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല, തെറ്റി മനസ്സിലാക്കിയതാണെന്നും അറിയില്ല. അത് എനിക്ക് ആ മനസ്സിലാക്കിയിടത്തോളം പോലും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഒരു ശ്രമം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആത്മനോ മീൻസ് ആത്മനോ വിസർഗം കേട്ടോ, ആത്മാക്കളുടെ, അതായത് ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും എന്നർത്ഥം. പ്രത്യക്പരോക്ഷാദിവിരോധം,
പ്രത്യക്ക പരോക്ഷം എന്ന വിരോധത്തെ വിഹായ മീൻസ് ത്യജിച്ചിട്ട് സംശോധിതാം വേണ്ടവണ്ണം പരിശോധിക്കപ്പെട്ടതും ലക്ഷണയാ ലക്ഷിതാം ലക്ഷണങ്ങളെ കൊണ്ട് പറഞ്ഞതുമായ ചിദാത്മഭാവത്തെ സംഗ്രഹ്യ മനസ്സിലാക്കിയിട്ട് സ്വം ആത്മാനം തഥാ ജ്ഞാത്വ സ്വാത്മാവിനെ അങ്ങനെ അറിഞ്ഞിട്ട് അഥ അദ്വയ ഭവേത് അനന്തരം അദ്വയനായിട്ട് ഭവിക്കണം മീൻസ് അദ്വൈത ശക്തിയായിട്ട് ഭവിക്കണം. എന്താണ് അതിൽ പറയണ വെച്ചാൽ ഈ ഈശ്വരന് ജീവനോട് ഏകാത്മഭാവം, അതായത് ഈശ്വരനും ജീവനും തമ്മിലുള്ള ഐക്യം പറ്റില്ല എന്ന് ചിലർ പറയും. കാരണം എന്താ വെച്ചാൽ ഈശ്വരൻ എല്ലാറ്റിനും അതീതനാണ്, ഒരു ബന്ധനവും ഇല്ല, ഒരു ഉപാധിയില്ല, സർവജ്ഞാനിയാണ് അല്ലേ. അങ്ങനെയുള്ള ഈശ്വരനായിട്ട് ഈ ഉപാധികളൊക്കെ ഉള്ള ദേഹാഭിമാനിയായിട്ടുള്ള ജീവാത്മാവിന് ഐക്യം സംഭവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. അതിനുള്ളൊരു ഉത്തരമാണ് പറയണത്. എന്താ അറിയോ, ഞാൻ എന്ന് പറയുന്ന ആ ജീവധർമ്മം ഉണ്ടല്ലോ, അതായത് ഞാൻ എന്ന് പറയുന്ന ജീവാത്മാവിൻ്റെ പേര് പ്രത്യക്ത്വം എന്നാണ് അത്രേ. അതാണ് പ്രത്യക്ത് എന്നാണ്. അതായത് എന്നാൽ പരമാത്മാവോ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. ഇത് ഞാൻ ദേഹാഭിമാനിയായിട്ടുള്ള ഞാൻ എന്ന് പറയണതാണ് പ്രത്യക്ത്വം എന്ന് പറയണതേ. എന്നാലോ പരമാത്മാവാണെങ്കിലോ ഒരു ദേഹാഭിമാനമൊന്നുമില്ല, ഇന്ദ്രിയങ്ങൾക്കൊക്കെ വിഷയം തന്നെയല്ല. ഇന്ദ്രിയങ്ങൾക്ക് വിഷയം കൂടിയല്ല, ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും പ്രാപിക്കാൻ കൂടി പറ്റില്ല ആരെ പരമാത്മാവിനെ. അതായത് ജീവാത്മാവെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഞാൻ അഭിമാനിക്കുന്നതും ഇപ്പം ഇങ്ങനെ നമ്മൾ എല്ലാം അനുഭവിക്കുന്നതും കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ ഉള്ളതാണ്. അതിന് പരമാത്മാവാണെങ്കിലോ ഇന്ദ്രിയങ്ങൾക്ക് വിഷയം കൂടിയല്ല, എല്ലാറ്റിനും അതീതം. അപ്പം ഒരുപോലെയല്ല. ഈ വിരോധത്തിനെ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് യുക്തി ഉപയോഗിച്ചിട്ട് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് നമുക്ക് എളുപ്പമല്ല അത് മനസ്സിലാക്കാനായത്. അതാണ് പിന്നെന്താ പറയുക വെച്ചാൽ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയണ ലക്ഷണം കൊണ്ട് അറിയുന്നതായത് അടുത്ത ശ്ലോകത്തിൽ പറയും എന്താന്നേ. ആ ലക്ഷണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കണം പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് നമ്മൾ പരമാത്മാവ് എന്താന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് എന്നിട്ട് വേണം തത്വമസി ഒന്നും കൂടി മനസ്സിലാക്കാനേ. അതായത് പരമാത്മാവ് എല്ലാ ഉപാധികൾക്കും അതീതനായിട്ട് വിഷയം കൂടി, അതായത് അവിഷയം കൂടിയാണ്. വിഷയത്തിന് ഇന്ദ്രിയങ്ങൾക്ക് വിഷയം കൂടിയല്ലാത്ത ആ പരമാത്മാവ് എന്താണെന്ന് നല്ലോണം അറിഞ്ഞതിന് ശേഷം തത്വമസി, ആ പരമാത്മാവിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞതിന് ശേഷം തത്വമസി എന്നുള്ള മഹാവാക്യത്തിൻ്റെ അർത്ഥം ധരിച്ചിട്ട് ആ ചിൽസ്വരൂപമാണ് ആത്മാവെന്ന് ശരിക്കും അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാൻ അതന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അദ്വൈതനായിട്ട് ഭവിക്കണം. അതാണ് ഈ ശരിക്കും നമുക്ക് ഈ ജ്ഞാനം ഉണ്ടാവണതിൻ്റെ മുമ്പേ നമ്മൾ പരമാത്മാവ് തന്നെയാണ്, പക്ഷെ നമുക്കതാണെന്ന് അറിയില്ല. അതാണ് ഇതിപ്പോൾ പുതുതായിട്ട് നമുക്ക് കിട്ടിയതൊന്നുമല്ല, നമ്മൾ പരമാത്മാവ് തന്നെയാണ്. പക്ഷേ ഈ മനസ്സിൻ്റെ ദോഷം മാറാത്തത് കൊണ്ട്, ശുദ്ധ മനസ്സായതുകൊണ്ട് നമുക്ക് ഈ അതിനെ ശരിക്കുള്ള പരമാത്മാവാണ് ഞാൻ അറിയാൻ പറ്റണില്ല, മനഃശുദ്ധി ഇല്ലാത്തതുകൊണ്ട്. അപ്പം അത് ഏതുപോലെ വെച്ചാൽ ശരിക്കും അവിടെ ഉണ്ട്, ആ പരമാത്മാവനെയാണ്. നമ്മൾക്ക് അറിയാം വെച്ചാൽ അറിയില്ലെങ്കിലും നമ്മൾ പരമാത്മാവനെയാണ്. പക്ഷേ അറിഞ്ഞാലല്ലേ ആ ആനന്ദം അനുഭവിക്കാൻ പറ്റുള്ളൂ. അറിയില്ലെങ്കിൽ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ. നല്ലൊരു ഉദാഹരണം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താ അറിയോ, ഈ നമ്മുടെ നമ്മളെപ്പോഴും ഉണ്ടാവണ കാര്യമാണ്, നമ്മളെ മുഖത്ത് കണ്ണട ഉണ്ട്. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഓർമ്മ ഇല്ലേണ്ട കണ്ണട എവിടെയാണെന്ന് തിരയും. എന്നിട്ട് എല്ലാവരോടും ചോദിക്കും, എവിടെ എൻ്റെ കണ്ണട, എവിടെ എൻ്റെ മുഖത്തുണ്ട് കേട്ടോ, എവിടെ എൻ്റെ കണ്ണട ചോദിക്കും. അപ്പോൾ വല്ലവരും ചൂണ്ടിക്കാണിച്ചു തരും, എന്താ നിങ്ങളുടെ മുഖത്ത് തന്നെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ ഈ തിരഞ്ഞിരുന്ന കണ്ണട എൻ്റെ മുഖത്ത് തന്നെ ഉണ്ടല്ലേ എന്ന്
വിചാരിച്ചിട്ട് കണ്ണട കിട്ടിയ പോലെ സന്തോഷിക്കും. പക്ഷെ കണ്ണട അവിടെ ഉണ്ടായിരുന്നേ. അതെത്ര നല്ല ഉദാഹരണമാണ്. കണ്ണട അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഓർമ്മയില്ല, നമ്മളെ തിരയുമ്പോൾ ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ നമുക്കത് പുതുതായിട്ട് കാണാനില്ലാത്ത കിട്ടിയ പോലെ നമ്മൾ സന്തോഷിക്കും. അതേപോലെയാണ് പരമാത്മാവ് ാണ് നമ്മൾ. ജീവാത്മാവ് അല്ല നമ്മൾ. ശരിക്കും പരമാത്മാവ് തന്നെ ഉള്ളൂ. പരമാത്മാവാണ് നമ്മളെ. പക്ഷേ അതറിയാതെ നമ്മൾ അതിനെ തിരയണേ. നമ്മൾ തന്നെയാണ്, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമുക്ക് ലഭിച്ചതാണ്, പുതിയതായി സിദ്ധിച്ചതൊന്നും അല്ല ഈ ചിത് ഭാവം. ഈ ചിത് ഭാവം നമുക്ക് പുതിയതായിട്ട് സിദ്ധിച്ചതല്ല, അതവിടെ ഉണ്ട്. അതേപോലെയാണ്, ഏതുപോലെ ഈ കണ്ണട പോലെയാണ് മഹാവാക്യങ്ങൾ ശ്രവിച്ച് അത് മനനവും നിധിധ്യാസനവും ചെയ്തിട്ട് നമുക്ക് ആത്മലാഭം കിട്ടിയെന്ന് തോന്നുകയാണ്. ശരിക്കും അതവിടെ ഉണ്ടെങ്കിലും. അതുകൊണ്ടാണ് ചിൽസ്വരൂപത്തെ പ്രാപിച്ചവൻ എന്ന പോലെ ഭവിക്കണം എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ആ അദ്വൈത ഭാവത്തിൽ എത്തണം എന്ന് പറഞ്ഞതേ. അപ്പോൾ ഒന്നും കൂടി പറയാച്ചാൽ ഈ തത്വം എന്ന 2 പദങ്ങളുണ്ടല്ലോ, അതിന് വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ഉണ്ട്. തത്വം എന്നുള്ള തത്വമസിയിലത്തെ തത്വം എന്ന 2 ആ വാക്കുകൾക്ക് എല്ലാറ്റിനും ഉണ്ടല്ലോ വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ഉണ്ട്. അതിൽ തദ് എന്നുള്ള ആ പദത്തിന് തത്പദത്തിന് മായയാകുന്ന ഉപാധിയോടും, അതായത് ഈ തദ് എന്നുള്ള പദത്തിന് എന്താണുള്ളതെന്ന് വെച്ചാൽ മായയാകുന്ന ഉപാധിയോടും സർവജ്ഞം പോലുള്ള ധർമ്മത്തോടും കൂടിയവനെന്നാണ് വാച്യാർത്ഥം. നത്വം എന്നുള്ളതിനോ അതായത് ഒട്ടും അവിദ്യയാകുന്ന ഉപാധിയോട് കൂടിയിരിക്കുന്നതാണ് ജീവൻ, അല്ലേ? അപ്പോൾ പിന്നെ ഈശ്വരൻ എന്താണ്? ഈശ്വരൻ ശരിക്കും പറയാച്ചാൽ വിദ്യാസ്വരൂപിണിയുള്ള പ്രതിഫലനാണ്. ബ്രഹ്മത്തിൻ്റെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലുള്ള പ്രതിഫലനാണ് ഈശ്വരനെ. അപ്പോൾ ഈശ്വരന് ഉപാധി ഉണ്ടെന്ന് തോന്നും ചാലും ഉപാധികളൊന്നുമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ, ഒരു മനുഷ്യരൂപം അല്ലെങ്കിൽ ഒരു ദേവരൂപം എടുത്തിട്ടുള്ള ദേവരൂപം എന്ന് വെച്ചോളൂ. അതായത് ഇപ്പോൾ കൃഷ്ണൻ ആയിട്ട് ജനിച്ചു വെച്ചോട്ടെ, നമ്മൾ ഈശ്വരൻ എന്ന് പറയും കൃഷ്ണനെ. ശിവനെ ആയാലും വേണ്ടില്ല, പിന്നെ ആരായാലും ഈശ്വരൻ എന്ന് പറയുമല്ലോ. ആ ഈശ്വരൻ ശരിക്കും നമ്മളെപ്പോലെ ഒരു ദേഹം എടുത്ത് വന്നാലും ഉപാധിരഹിതനാണ്. എന്താ വെച്ചാൽ ബ്രഹ്മത്തിൻ്റെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള പ്രതിഫലനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഈശ്വരന് ഞാൻ ഈ കൃഷ്ണനല്ല, ഞാൻ പരബ്രഹ്മം തന്നെയാണെന്ന് അറിഞ്ഞും കൊണ്ടാണ് നടക്കണതേ. നമ്മളങ്ങനെയല്ല, നമ്മൾ അവിദ്യാസ്വരൂപിണിയുള്ള പ്രതിഫലന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അജ്ഞാനാണ്. നമ്മൾ ഈ ദേഹം തന്നെയെന്നാണ് വിചാരം. അത്രേ വ്യത്യാസമുള്ളൂ ഈശ്വരനും. അപ്പോൾ വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഈ വാച്യാർത്ഥം അതാണ്. ജീവൻ്റെ വാച്യാർത്ഥം എന്താ? ഞാൻ പിന്നെ ദേഹമാണെന്ന്. മറ്റൊരു ഈശ്വരന് അങ്ങനെയല്ല, ഞാൻ ദേഹം ഉണ്ടെങ്കിലും ഞാൻ പരമാത്മാവെന്ന് വിചാരമുണ്ട്. ഈ ഉപാധികളെ ത്യജിച്ചാൽ ലക്ഷ്യാർത്ഥമായി. അതാണ് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഉപാധി അങ്ങോട്ട് ത്യജിച്ചു വെച്ചോട്ടെ, എന്നാൽ ജീവാത്മാവിൻ്റെ ലക്ഷ്യാർത്ഥമായി. അതേപോലെ തന്നെ ഈശ്വരൻ്റെ ലക്ഷ്യാർത്ഥമായി. വാച്യാർത്ഥത്തിലാണ് നമുക്ക് ഉപാധി ഉണ്ട് തോന്നണത് ഈശ്വരനെ. പക്ഷേ ശരിക്കും ലക്ഷ്യാർത്ഥത്തിൽ പരബ്രഹ്മം തന്നെയാണ്. അപ്പോൾ വാച്യാർത്ഥങ്ങൾക്ക് തമ്മിൽ വിരോധം ഉണ്ടെങ്കിൽ ഐക്യം ഉണ്ടാവില്ല എന്ന് പറയണത്. വാച്യാർത്ഥങ്ങൾക്ക് ഐക്യമില്ല, ശരിയാണ്. കാരണം ഈശ്വരനെ ഞാൻ പരമാത്മാവാന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈശ്വരൻ നടക്കുന്നത്. ജീവാത്മാവ് ഞാൻ പരമാത്മാവെന്ന് അറിയാതെ ഞാൻ ദേഹമാണെന്ന് വിചാരിച്ചാൽ നടക്കുന്നത്. അപ്പോൾ വാച്യാർത്ഥം കൊണ്ട് അത് ഐക്യമില്ല. പക്ഷേ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ ലക്ഷ്യാർത്ഥത്തിന് യാതൊരു വിരോധം, ലക്ഷ്യം ഒന്ന് തന്നെയാണ്. കാരണം സർവജ്ഞത്വം. അപ്പോൾ ഈ അവിദ്യ നീങ്ങിയാൽ വിദ്യ നീങ്ങിയാൽ ഈശ്വരൻ ബ്രഹ്മായി, അവിദ്യ നീങ്ങിയാൽ ജീവാത്മാവും ബ്രഹ്മായി. അപ്പോൾ ഉപാധികളില്ലെങ്കിൽ ലക്ഷ്യാർത്ഥം വെച്ച് നോക്കുമ്പോൾ രണ്ടും ഒന്നാണ്. വാച്യാർത്ഥം നോക്കുമ്പോൾ ഈശ്വരൻ ജീവാത്മാവെന്നൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും രണ്ടും ശരിക്ക് പരമാത്മാവ് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. അതായത് ജീവാത്മാവും പരമാത്മാവും
ഒന്നാണെന്ന് പറയുന്നതിന് ഒരു തടസ്സമില്ല. നമ്മൾ ലക്ഷ്യാർത്ഥം നോക്കാവൂ. വാച്യാർത്ഥത്തിൽ നോക്കുമ്പോൾ വ്യത്യാസം ഉണ്ടായി. ഈശ്വരനെ ഞാൻ പരബ്രഹ്മാന്ന് അറിഞ്ഞും കൊണ്ട് ഈശ്വരഭാവത്തിൽ നടക്കുകയാണ്. ജീവാത്മാവ് ഒട്ടും അറിയാതെ ഞാൻ ദേഹാന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതൊന്നാവാൻ വഴിയില്ല. ലക്ഷ്യാർത്ഥം എടുത്ത് നോക്കൂ. ശരിക്കും പറയാച്ചാൽ ജീവാത്മാവും പരമാത്മാവ് തന്നെയാണ്. പരമാത്മാവിലേക്കുള്ള യാത്രയാണ് ലക്ഷ്യം. പരമാത്മാവാണ് ഈശ്വരൻ്റെ ലക്ഷ്യവും. അപ്പോൾ രണ്ടാളുടെ ഉപാധി നീങ്ങിയാൽ പരമാത്മാവും ജീവാത്മാവും ഒന്നായിത്തീരുന്നു എന്നാണ് അതിൽ പറഞ്ഞത്. വളരെ ഒരു ഇതിലെനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയതെന്താ വെച്ചാൽ ഈശ്വരനും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. എന്താ അറിയോ, വിദ്യയും കൂടി നീങ്ങണം. വെച്ചാൽ വിദ്യയും മായയെ തന്നെയാണ് ഈ അവിദ്യ. വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ, അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലുള്ള പ്രതിബിംബമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ, വിദ്യ വെച്ചാൽ എന്താ, ജ്ഞാനം എന്താ, ഈശ്വരനെ ഞാൻ പരമാത്മാവാണെന്ന് നല്ലോണം അറിഞ്ഞും കൊണ്ട് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഈശ്വരനായിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അറിവോട് കൂട്ടാണ്. അതാണ് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ പ്രതിഫലനം എന്ന് പറഞ്ഞത്. മറ്റത് നമ്മൾ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള അജ്ഞാനമാണ് നമുക്ക്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. പ്രത്യക് പരോക്ഷാദി വിരോധമാത്മനോ വിഹായ സംഗൃഹ്യ തയോശ്ചിതാത്മതാം സംശോധിതാം ലക്ഷണയാച ലക്ഷിതാം. അപ്പോൾ പരമാത്മാവിൻ്റെ ലക്ഷണം അറിഞ്ഞാൽ നമുക്ക് ലക്ഷ്യാർത്ഥം എടുക്കാമല്ലോ. ജ്ഞാത്വാ സ്വമാത്മാനമഥാദ്വയോ ഭവേത്. അങ്ങനെ അറിഞ്ഞിട്ട് നമ്മൾ പരമാത്മാവിനെ അറിഞ്ഞിട്ട് അദ്വൈതനായിട്ട് ഭവിക്കണം എന്നാണ്. ഈ അടുത്തതും കൂടി പറയാൻ ശരിക്കും സമയമില്ല. കാരണം അത് വളരെ ലക്ഷണങ്ങളൊക്കെ പറയണതാണ്. അപ്പം ഞാനത് അടുത്ത ദിവസം പറയാം. കാരണം അത് കുറച്ചും കൂടി എനിക്ക് വളരെ ഒരു ശ്ലോകമൊക്കെ പറയാൻ പറ്റുള്ളൂ. അത്ര പറയാനുണ്ട്. എനിക്ക് മനസ്സിലായത് തന്നെ. എനിക്ക് മനസ്സിലായെന്നോ അറിയില്ലല്ലോ. പക്ഷെ എനിക്ക് മനസ്സിലായത് തന്നെ കുറേ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ 27 നമുക്ക് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താം. 22 മിനിറ്റേ ആയിട്ടുള്ളൂ. സാരില്ല, നമുക്ക് അടുത്തത് 27 ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.